കടൽ മീനുകളുടെ ലഭ്യത കുറഞ്ഞതോടെ നാടൻ പുഴമീനുകൾക്കും കായൽ മത്സ്യങ്ങൾക്കും ആവശ്യക്കാരേറുന്നു. പുഴകളിൽ നിന്നും തോടുകളിൽ നിന്നും ലൈവായി പിടിച്ച് കരക്കിടുന്ന മീനുകൾ മിനിറ്റുകൾക്കുള്ളിലാണ് കച്ചവടക്കാർ കുട്ടയിലാക്കുന്നത്. ട്രോളിംഗ് നിരോധനത്തോടെ വിലയിലുണ്ടായ വർധനവും ചെറുകിട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വരുമാനം നൽകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കടൽ മത്സ്യങ്ങളുടെ വരവ് കുറഞ്ഞിട്ട് മിക്കവരുടെയും ഇഷ്ടമീനായ മത്തി പോലും ലഭിക്കുന്നില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ ദുരന്തങ്ങൾ മീൻ പ്രേമികളിൽ അനാവശ്യ ഭീതി കൂടി ഉണ്ടാക്കിയതോടെ കടൽ മത്സ്യങ്ങൾക്ക് ആവശ്യക്കാരും കുറഞ്ഞു. ട്രോളിംഗ് കൂടി വന്നതോടെ ഇനിയുള്ള 2 മാസം അയലയ്ക്കും മത്തിക്കും ചൂരയ്ക്കുമൊക്കെ തൽക്കാലത്തേക്ക് വിടാം. വെള്ളക്കൂരി, ചെമ്മീൻ, കായൽ കൊഴുവ, കരിമീൻ, നച്ചക്ക, ചെമ്പല്ലി, വരാൽ, പള്ളത്തി തുടങ്ങി ഗ്രാമപ്രദേശങ്ങളിലെ പ്രചാരത്തിലുള്ള മീനുകളെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ താരങ്ങളാണ്. മഴ കൂടെ വന്നതോടെ പുഴമീനുകളും സുലഭമായി ലഭിക്കുന്നുണ്ട്. കൂടുതലും വരുന്ന സിലോപ്പിയായും ചെമ്മീനും. പിന്നെ കരിമീനുണ്ട്, പൂമീനുണ്ടാവും, കണമ്പ്. ഇപ്പോൾ ഈ അഴി ഓടിക്കിടക്കാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് കണമ്പുണ്ടാവും, നല്ല കണമ്പുണ്ടാവും. പിന്നെ ചെമ്മീൻ, പള്ളത്തി, എല്ലാത്തരം മീനും, പുഴയിലുള്ള എല്ലാത്തരം ബ്രാലി, എല്ലാത്തരം മീനും വരും. അത് 365 ദിവസമുണ്ട് കച്ചവടം. ഓണത്തിന് മാത്രം, ഓണത്തിൻ്റെ അന്ന് മാത്രമേ ഇല്ലാതുള്ളൂ. ബാക്കി 364 ദിവസം കച്ചവടം ഉണ്ടാവും. വീടുകളിൽ ഇപ്പോൾ നാടൻ മീനുകൾക്കാണ് ഡിമാൻഡ് എന്നും കച്ചവടക്കാർ പറയുന്നു. കടലിലെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പുഴമീൻ ആവശ്യക്കാർ കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ വിലയുണ്ട്. കടൽ മത്സ്യങ്ങളിൽ ഇപ്പോൾ ആൾക്കാർക്ക് കഴിക്കുന്ന ഒരു ചെറിയൊരു ഭയത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കായൽ മത്സ്യങ്ങൾക്ക് വില കൂടുതലുണ്ട്, നല്ല ലഭ്യതയാണ്. ഇവിടെ കൂടുതൽ ഇപ്പോൾ വരുന്നുണ്ട് സാധനങ്ങൾ. കടൽ മീൻ മേടിച്ചിട്ടിരുന്ന ഒരു 80% പേര് ഇപ്പോൾ മേടിക്കുന്നില്ല. കായൽ മീനിലേക്ക് മാറിയിരിക്കുക. ഒരു സിലോപ്പി, പള്ളത്തി, അതുപോലുള്ള നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ജീവനുള്ള മീനുകളാണ്, നമ്മുടെ നാടനാണ്. ഇവിടെ പുഴകളിൽ നിന്ന് പിടിക്കുന്നതാണ്, വളർത്തല്ല. അത് കാരണം അതിന് ഒരുപാട് ടേസ്റ്റാണ്. അത് കാരണം അതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. കായൽ മീനുകളോടൊപ്പം വളർത്തു മത്സ്യങ്ങൾക്കും നല്ല കാലമാണ്. സിലോപ്പിയാണ് വിൽപ്പനയിൽ മുന്നിൽ. ബണ്ടുകൾ കെട്ടിത്തിരിച്ച് തീറ്റ നൽകി വളർത്തിയെടുക്കുന്നവയ്ക്ക് കിലോ 200 മുതൽ വിലയുണ്ട്. ഒരു മീൻ കറിയോ മീൻ വറുത്തതോ കൂടി ഉണ്ടെങ്കിലാണ് മലയാളികൾക്ക് ഉച്ചയൂണ് പൂർത്തിയാവുക. കടൽമീൻ്റെ ലഭ്യത കുറഞ്ഞതോടുകൂടി പുഴമീനുകളോടാണ് മലയാളികൾക്ക് ഇപ്പോൾ കമ്പം. രുചിയിലും ഗുണത്തിലും കടൽ മീനുകളെക്കാൾ മുൻപന്തി നിൽക്കുന്നത് ഇവയെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ജെറിൻ കാട്ടൂരിനും ദീപക്കിനുമൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.